ലിസി ടോക്സിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് LP-UP ഇൻ്റർവ്യൂവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ഈ ചോദ്യങ്ങൾ റിപ്പീറ്റഡായി LP-UP ഇൻ്റർവ്യൂകളിൽ ചോദിച്ചു കാണുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ചോദ്യങ്ങൾ നിർബന്ധമായും നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയും അവയ്ക്ക് ആപ്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കിയെടുക്കേണ്ടതുമാണ്. എന്തെന്നാൽ മിക്ക ചോദ്യങ്ങളും പലപ്പോഴും റിപ്പീറ്റഡായി ഇൻ്റർവ്യൂകളിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തെ ചോദ്യം: അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ അനുകൂല ഘടകമായി നിങ്ങൾ കാണുന്നത് എന്താണ്? നിങ്ങളുടെ പോസിറ്റീവായ ഗുണങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ അക്കമിട്ട് എഴുതി മനസ്സിലാക്കേണ്ടതാണ്. ഒരു ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ നമ്മളെ തന്നെ അവതരിപ്പിക്കുമ്പോൾ നമ്മളുടെ ഏതെല്ലാം ഗുണങ്ങളാണ് നമ്മുടെ ക്ലാസ്സിനെ മികച്ചതാക്കുന്നത് എന്ന് നാം ഇതിലൂടെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ബോർഡ് മെമ്പേഴ്സിനെ അറിയിക്കണം. രണ്ടാമത്തേത്: ഒരു പ്രശ്ന വിദ്യാർത്ഥിയെ നിങ്ങൾ എങ്ങനെ സമീപിക്കും? പ്രശ്ന വിദ്യാർത്ഥി എന്നതുകൊണ്ട് പലതരത്തിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കാണാം. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളത്, അതല്ല ഭിന്നശേഷി. മൂന്നാമത് ഒരു വിഭാഗമാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾ. ഈ ഓരോ തരത്തിലുള്ള കുട്ടികളെയും നമ്മൾ വ്യത്യസ്ത തരത്തിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അവരുടെ ക്ലാസ്സിലുള്ള പെരുമാറ്റങ്ങൾക്ക് അവരെ അടക്കിയിരുത്താൻ പൂർണ്ണമായും സാധിക്കില്ല എങ്കിൽ പോലും അവർക്ക് ആപ്റ്റായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെല്ലാമായിരിക്കാം എന്നുള്ളതെല്ലാം തന്നെ നമ്മൾ മുൻകൂറായി ഒന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. മൂന്നാമത്തെ ചോദ്യം: അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങളുടെ ഏറ്റവും വലിയ ന്യൂനതയായി നിങ്ങൾ കാണുന്നത്? നിങ്ങളുടെ ഏതെങ്കിലും ഒരു ന്യൂനത നിങ്ങൾ കണ്ടുവെക്കേണ്ടതാണ്. എല്ലാ വ്യക്തികളും ന്യൂനതയുള്ളവരാണ്. ആരും തന്നെ പെർഫെക്റ്റ് ആയിരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എന്തെല്ലാം ആയിരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള ന്യൂനത ആസ് എ ടീച്ചർ എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ കണ്ടെത്തി വെക്കേണ്ടത് അത്യാവശ്യമായ ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം: നിങ്ങൾ ഇതിനു മുമ്പേ മറ്റെവിടെയെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏത് ഫീൽഡാണ്, എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചത് എന്നതുള്ളതാണ്. അത് തികച്ചും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾ ഓരോരുത്തരും എവിടെയെല്ലാമാണ് വർക്ക് ചെയ്തിട്ടുള്ളത് എന്നും എന്തുകൊണ്ടാണ് അത് ഉപേക്ഷിച്ചിട്ടുള്ളത്, അത് വ്യക്തമായ കാരണങ്ങൾ നിങ്ങൾ പറയേണ്ടതാണ്. മറ്റൊന്നാണ് നിങ്ങളുടെ വിദ്യാഭ്യാസ നേട്ടങ്ങൾ. വിദ്യാഭ്യാസ നേട്ടങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഠന മികവ് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് നിങ്ങൾ ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെല്ലാമാണ്, പ്രോജക്റ്റ്, അതല്ലെങ്കിൽ കായികപരമായി ആർട്സ്, ആ രീതിയിലെല്ലാം നിങ്ങൾ എന്തെങ്കിലും മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഏതെങ്കിലും മത്സരങ്ങളിൽ കുട്ടികളെ കൊണ്ടുപോയി മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച് മികച്ച ഗ്രേഡോ സമ്മാനമോ നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഇവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രംഗം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായി നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? ഇതും നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടുള്ള ഒപ്പീനിയൻസ് പറയാവുന്നതാണ്. കുട്ടികളുടെ കുറവ്, അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം ഇല്ലായ്മ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നത് എന്താണെന്ന്, നിങ്ങൾക്കുള്ള അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, അതെങ്ങനെ മാറ്റാം എന്നുള്ളതും നിങ്ങൾ തീർച്ചയായും ഉത്തരം കണ്ടുവയ്ക്കേണ്ട ഒന്നാണ്. തീർച്ചയായും ചോദിക്കാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം. നിങ്ങൾക്ക് ഏത് വിഷയമാണ് പഠിപ്പിക്കാൻ താല്പര്യം, എന്തുകൊണ്ടാണ് അത് താല്പര്യം എന്നുള്ളത്. അത് മലയാളമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല കവിത മനഃപ്പാഠമാക്കി വയ്ക്കണം. ഇംഗ്ലീഷാണെങ്കിൽ ഒരു പോയം, മാത്സ് ആണെങ്കിൽ എന്തെങ്കിലും ട്രിക്കുകൾ, കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഏതെങ്കിലും, അവർ പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ ഉത്തരം നൽകാൻ തക്ക പ്രാപ്തിയിലുള്ള ഒരു ട്രിക്ക്. അതുപോലെ തന്നെ ഹിസ്റ്ററി, ജോഗ്രഫി, മറ്റു വിഷയങ്ങളിലെല്ലാം നിങ്ങൾ ഏത് വിഷയമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ വിഷയത്തെപ്പറ്റി നിങ്ങൾക്ക്
പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരാശയം. എന്നാൽ അത് എല്ലാവർക്കും പെട്ടെന്ന് പറയാവുന്ന ഒന്നായിരിക്കരുത്. എന്നാൽ അത് നിങ്ങൾക്ക് വ്യത്യസ്തമായി അവതരിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പുള്ള ഒരു ആശയം എടുത്ത് നിങ്ങളതിന് ഒരുങ്ങിയിരിക്കണം. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മിക്കവാറും അവർ പറയും, ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് പറഞ്ഞു കാണിക്കാമോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നത് ചോദിക്കുന്നതോടൊപ്പം അതെങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയ ടോപ്പിക്കൊന്നും അങ്ങനെ ഒന്ന് പറഞ്ഞു തരുമോ. മിക്കപ്പോഴും എല്ലാ ക്ലാസ്സുകളിലും ക്ലാസ് എടുപ്പിക്കണമെന്നില്ല, ഇങ്ങനെയായിരിക്കാം ചോദ്യങ്ങൾ വരുന്നത്. ഇതിലൂടെയും നിങ്ങളുടെ അധ്യാപന മികവ് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്നാണ്, കുട്ടികളുമായി സർഗാത്മക ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ എന്തെല്ലാം ചെയ്യുമെന്നുള്ളൊരു ചോദ്യം. അതും നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വകാല അധ്യാപന പരിചയവുമായി ബന്ധപ്പെടുത്തി ഉത്തരം കണ്ടെത്താവുന്നതാണ്. ക്ലാസ്സിൽ സ്ഥിരമായി ശല്യമുണ്ടാക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ എങ്ങനെ നേരിടുമെന്ന ചോദ്യത്തിന് എങ്ങനെയായിരിക്കും ആ കുട്ടികൾക്ക് നിങ്ങൾ ആക്ടിവിറ്റീസ് നൽകുന്നത്? അത് പാഠത്തോടനുബന്ധിച്ച് മാത്രമാണോ, അതോ നിങ്ങളെപ്പോഴും ആ കുട്ടിക്ക് വേണ്ടി പ്രത്യേക പ്രവർത്തനങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുമോ എന്നുള്ളതെല്ലാം വ്യക്തമായി തന്നെ ഇൻ്റർവ്യൂവിൽ പറയേണ്ടതാണ്. ഒരു അധ്യാപകൻ ഒരു നിരന്തര വിദ്യാർത്ഥിനി ആയിരിക്കണമെന്ന അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എങ്കിൽ എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയായിരിക്കണം. കാരണം ഇന്ന് വളർന്നു വരുന്ന സമൂഹ സാഹചര്യങ്ങളിൽ കുട്ടികൾ നമ്മളെക്കാൾ മിടുക്കരാണ്. അവർക്ക് എവിടെ നിന്നും സോഴ്സസ് അവൈലബിൾ ആണ്. ഒരു ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കിട്ടാവുന്ന വിവരങ്ങൾ തന്നെയാണ് നമ്മളും പറഞ്ഞു കൊടുക്കുന്നത്. എന്നാൽ നമ്മൾ അതിനേക്കാൾ മനോഹരമായി അവതരിപ്പിക്കുന്നതിലൂടെയാണ് ഒരു അധ്യാപകൻ്റെ മികവ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന എല്ലാ ഗാഡ്ജറ്റ്സ് നമ്മളും ഉപയോഗിക്കാൻ പ്രാപ്തരായിരിക്കണം. എല്ലാ പുതിയ സാധന സാമഗ്രികളും എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളെല്ലാം തന്നെ ആസ് എ ടീച്ചർ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പഠനയാത്രകൾ ഫലപ്രദമായി നടത്തിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചാൽ നിങ്ങൾ അതിൻ്റെ സംഘാടനം നടത്തുന്നത് എങ്ങനെയെന്ന് വിശദമാക്കാമോ? തീർച്ചയായും ഒരു അധ്യാപിക ഒരു പഠനയാത്ര നടത്താൻ കേപ്പബിൾ ആയിരിക്കണം. അതിൻ്റെ ഘട്ടങ്ങൾ എന്തെല്ലാമായിരിക്കണം, എങ്ങനെയെല്ലാമാണ് നമ്മൾ അത് പ്ലാൻ ചെയ്യേണ്ടത് എന്ന് ഒരു അധ്യാപിക അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ചോദ്യമുണ്ടായാൽ എന്തെല്ലാമായിരിക്കണം സംഘാടനത്തിൻ്റെ ഘട്ടങ്ങൾ എന്ന് തീർച്ചയായും നമ്മൾ പറയണം. നമ്മൾ മുൻകൂട്ടി ഉത്തരം പ്രിപ്പയർ ആയിട്ടായിരിക്കണം ഇൻ്റർവ്യൂ ഹാളിലേക്ക് പോകേണ്ടത്. ഇതിൽ നിന്ന് എല്ലാം അവസാനിപ്പിച്ച അവസാനത്തെ ചോദ്യം, നിങ്ങൾ അവസാനം വായിച്ച പുസ്തകം ഏതാണ്? അതിൻ്റെ പ്രതിപാദ്യം, നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം അതിലേതാണ്? അതിൻ്റെ സവിശേഷതകൾ. പെട്ടെന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, റീഡിങ് എന്ന് ഹോബി എഴുതിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഈ ചോദ്യം പ്രതീക്ഷിക്കാം. എങ്കിൽ ഇങ്ങനെ ഒരു ഹോബിയിൽ നമ്മൾ റീഡിങ് എഴുതിയിട്ടില്ലെങ്കിൽ പോലും തീർച്ചയായും ഈ ഒരു ചോദ്യം ഇൻ്റർവ്യൂ ബോർഡിന് നമ്മോട് ചോദിക്കാം. കാരണം നമ്മൾ ടീച്ചേഴ്സാണ്. വായന എന്നുള്ളത് ഒരു വൈഡായിട്ടുള്ള വായനയല്ലെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം വായിച്ചിരിക്കേണ്ടത് ഒരു ആസ് എ ടീച്ചർ അങ്ങനെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വായനയുടെ ഡെപ്ത് അറിയാൻ വേണ്ടി അവർ ജസ്റ്റ് ഈ ചോദ്യം പലപ്പോഴും ഉൾപ്പെടുത്താറുള്ള ഒന്നാണ്. തീർച്ചയായും നിങ്ങൾ ഏതെങ്കിലും ഒരു പുസ്തകത്തെ പറ്റി അറിഞ്ഞു വെച്ചിരിക്കുക. കാഷ്വലായിട്ട് നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന, റീഡിങ് ഹാബിറ്റ്സ് ഇല്ലാത്തവരെ തീർച്ചയായും സിമ്പിളായിട്ട് വായിക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം വായിക്കുകയും അതിൻ്റെ ഉള്ളടക്കം അറിയുകയും അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രം, അതിൻ്റെ സവിശേഷതകൾ എന്നിവ അറിഞ്ഞിരിക്കുകയും ചെയ്യണം. ഇതെല്ലാമാണ് ഇന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ഇൻ്റർവ്യൂകളിലും സാധാരണയായി ചോദിച്ച് കാണാറുള്ള ചോദ്യങ്ങളാണിവ. തീർച്ചയായും നിങ്ങളുടെ സ്വന്തം ഒപ്പീനിയൻസ് ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ചേർത്ത് എഴുതേണ്ടതാണ്. ഇനിയും കൂടുതൽ LP-UP ഇൻ്റർവ്യൂ ക്ലാസ്സുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ
വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.